ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. കമ്പ്യൂട്ടർ ലാംഗ്വേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ലാംഗ്വേജസ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് കമാൻഡ്സ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ കമ്പ്യൂട്ടർ ഡയറക്ട്ലി ഓർ ആഫ്റ്റർ ട്രാൻസ്ലേറ്റിംഗ് ഈസ് നോൺ ആസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കമാൻഡ്സ് ആണ്. അത് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അത് ഡയറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള സെറ്റ് ഓഫ് കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് കമാൻഡ്സിനെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആണ്. കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് പല ടൈപ്പിലുണ്ട്. മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്, ലോ ലെവൽ ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജസും. അപ്പം അതുപോലെ തന്നെ കൂടാതെ തന്നെ യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്നൊക്കെ നമുക്ക് ലാംഗ്വേജിനെ ക്ലാസിഫൈ ചെയ്ത് പറയാം. ഫസ്റ്റ് ലോവർ ലെവൽ ലാംഗ്വേജസ് നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലും മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജസ് ആണ് ലോവർ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ ലാംഗ്വേജസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജസ് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ് ആണ്. ദെൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് ഫിഫ്ത്ത് ജനറേഷൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ലോ ലെവൽ ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മീൻസ് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡയറക്ട്ലി ആൻഡ് ആർ മെഷീൻ ഡിപ്പെൻഡൻറ്റ്. ഇത്തരം ലാംഗ്വേജസിന് കമ്പ്യൂട്ടറിന് ഡയറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്കത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അനലൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പം എക്സാമ്പിൾസ് ആണ് ലോ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിൾസ് ആണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ദെൻ മെഷീൻ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. മെഷീൻ ലാംഗ്വേജ് ഇസ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ഓഫ് ഓൾ ലാംഗ്വേജസ്. കമ്പ്യൂട്ടർ ലാംഗ്വേജസിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്. ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നതും മെഷീൻ ലാംഗ്വേജ് ആണ്. ഓൾ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ടു കമ്പ്യൂട്ടർ ഇൻ ബൈനറി ഡിജിറ്റ്സ്. ഇവിടെ കമ്പ്യൂട്ടറിന് നമ്മൾ എങ്ങനെയുള്ള ഇൻഫർമേഷൻസാണ് കൊടുക്കുന്നത്, കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കമാൻഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സീറോസും 1 യൂസ് ചെയ്ത് മീൻസ് ബൈനറി ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ടഫാണ്. ഹ്യൂമൻ ബീങ്സിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ്. അപ്പം അതുകൊണ്ടാണ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് എന്ന് മെഷീൻ ലാംഗ്വേജിനെ പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ആണ്. അതിൽ യൂസ് ചെയ്യുന്നത് ബൈനറി ഡിജിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് സീറോസ് ആൻഡ് വൺസ് ആണ്. ദെൻ നെക്സ്റ്റ് ലോ ലെവൽ ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് ഈസ് ഈസിയർ ദാൻ മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനേക്കാൾ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഇറ്റ് ഈസ് നോൺ ആസ് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ്. അപ്പം സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോ ലെവൽ ലാംഗ്വേജ് വന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജസ് ആണ്. അതിൽ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഹിയർ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ യൂസിങ് നാമോണിക് ഓപ്പറേഷൻ കോഡ്സ്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് നാമോണിക് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് മീൻസ് ആഡ്, മൾട്ടിപ്ലിക്കേഷൻ ആ രീതിയിലുള്ള നാമോണിക് ഓപ്പറേഷൻ കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ബൈനറി ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നില്ല. ദെൻ ഓർക്ക ഈസ് യൂസ്ഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ദേ ആർ നോട്ട് യൂസ്ഡ് ഫോർ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. അസംബ്ലി ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ആപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അസംബ്ലി ലാംഗ്വേജസ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അസംബ്ലി ലാംഗ്വേജസിനെ കുറിച്ച് ഓർക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഇതൊക്കെയാണ്. അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജിനേക്കാൾ ഈസിയാണ്. സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്. അത് PSC ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് അത് ഏതാണ്, അസംബ്ലി ലാംഗ്വേജ് ആണ്. അവിടെ യൂസ് ചെയ്യുന്നത് നെമോണിക് ഓപ്പറേഷൻ കോഡ്സ് ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ദെൻ ഓർക്കുക, അസംബ്ലി ലാംഗ്വേജ് ഇസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ബൈ കമ്പ്യൂട്ടർ, സോ എ ട്രാൻസ്ലേറ്റർ നീഡഡ് ടു കൺവേർട്ട് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അപ്പം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ബൈനറി ഡിജിറ്റ്സ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി ഡിജിറ്റ്സ് അല്ലാതെ
ഒരു ഡിജിറ്റ് മീൻസ് നെമോണിക് കോഡ്സ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമ്പ്യൂട്ടറിന് അത് ഡയറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് മെഷീൻ ലാംഗ്വേജസിലേക്ക് കൺവേർട്ട് ചെയ്യിച്ചാണ് കമ്പ്യൂട്ടർ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് അസംബ്ലി ലാംഗ്വേജ് മനസ്സിലാവില്ല. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റിയിട്ടാണ് കമ്പ്യൂട്ടർ അത് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ലോ ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഫെസിലിറ്റേറ്റ് ദ പ്രോഗ്രാമർ ടു റൈറ്റ് പ്രോഗ്രാംസ് വിത്തൗട്ട് നോയിങ് ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ഓഫ് കമ്പ്യൂട്ടർ കോമ്പോണൻറ്റ്സ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് ആണെങ്കിലും മെഷീൻ ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് കോഡ്സ് ആണ്. അത് നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് നോയിങ് ദ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ഓഫ് കമ്പ്യൂട്ടർ കോമ്പോണൻറ്റ്സ്. കമ്പ്യൂട്ടർ കോമ്പോണൻറ്റ്സിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കഴിയും? കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യാൻ കഴിയും. അത്തരം ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ്. അപ്പോൾ ഇറ്റ് യൂസ് കോമൺ ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ്. ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുക. അതിനെ ട്രാൻസ്ലേറ്റർ ചെയ്ത് ലോ ലെവൽ ലാംഗ്വേജിലേക്കാക്കി മാറ്റുമ്പോഴാണ് കമ്പ്യൂട്ടറിന് അതിന് റീഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ കമ്പ്യൂട്ടർ കെ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഡയറക്റ്റ്ലി. അതിപ്പോൾ ഓർക്കുക, ഹൈ ലെവൽ ലാംഗ്വേജസ് അസംബ്ലി ലാംഗ്വേജിനെ പോലെ തന്നെ കമ്പ്യൂട്ടറിന് ഡയറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ആർ നോട്ട് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ പിന്നെ ഓർക്കേണ്ട കാര്യം, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ഡിപ്പെൻഡൻ്റ് അല്ല. ദറ്റ് മീൻസ് ഹ്യൂമൻ ബീയിങ്സിന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഹൈ ലെവൽ ലാംഗ്വേജ് വരുന്നത്. കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ഓർക്കുക, ദീസ് ലാംഗ്വേജസ് ആർ നോൺ ആസ് തേർഡ് ജനറേഷൻ ലാംഗ്വേജസ്. തേർഡ് ജനറേഷൻ ലാംഗ്വേജസ് എന്ന് അറിയപ്പെടുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് എന്ന് അറിയപ്പെടുന്നതും ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെയാണ് സോഴ്സ് കോഡ് എന്ന് വിളിക്കുക. ദെൻ വൈഡ്ലി യൂസ്ഡ് ഫോർ അപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അപ്ലിക്കേഷൻസിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. നെക്സ്റ്റ് നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ബേസിക്. ബേസിക് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതിൻ്റെ എക്സ്പാൻഷൻ ഓർക്കുക, ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡാണ് ബേസിക്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ്. ദെൻ കൊബോൾ ആണ്. കൊബോളിൻ്റെ എക്സ്പാൻഷൻ ഇതാണ്, കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അപ്പോൾ കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ഉള്ള എക്സ്പാൻഷൻ ഓർക്കുക, കൊബോൾ. നെക്സ്റ്റ് വൺ ഫോർട്രാൻ ആണ്. ഫോർട്രാൻ്റെ എക്സ്പാൻഷൻ മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഫോർമുല ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഫോർമുല ട്രാൻസ്ലേഷൻ ആണ് ഫോർട്രാൻ മീൻ ചെയ്യുന്നത്. ദെൻ പാസ്കൽ ആണ്. പാസ്കൽ എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ ഒരു പേര് യൂസ് ചെയ്തിട്ടാണ് പാസ്കൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് സി ആണ്. സി ലാംഗ്വേജ് പ്രത്യേകിച്ച് എക്സ്പാൻഷൻ ഒന്നും ഇല്ലാത്തതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ സിയു എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ബേസിക്, കൊബോൾ, ഫോർട്രാൻ, പാസ്കൽ, സി ഇതൊക്കെ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഈ ലാംഗ്വേജസിലൊക്കെ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കോമൺ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ്. കമ്പ്യൂട്ടറിൻ്റെ ഇന്നർ പാർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാത്ത ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജസിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ്, അപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഫോർട്രാൻ. ഫോർട്രാൻ്റെ എക്സ്പാൻഷൻ ഓർക്കുക, ഫോർമുല ട്രാൻസ്ലേറ്റർ ഓർ ഫോർമുല ട്രാൻസ്ലേഷൻ. ദെൻ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, വേൾഡിലെ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് ലേഡി അഗസ്റ്റ ലവ്ലേസ്. അപ്പോൾ ലേഡി അഗസ്റ്റ ലവ്ലേസ് ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. ദെൻ ദ കമ്പ്യൂട്ടർ ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് പ്രൊലോഗ്. അപ്പോൾ പ്രൊലോഗ് ഓർക്കുക, കമ്പ്യൂട്ടർ ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ദെൻ സ്റ്റാൻഡേർഡ് യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജാവയാണ്. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ഇൻ്റർനെറ്റ്, കോമൺലി ഇൻ്റർനെറ്റിൽ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ജാവ. ദെൻ എ ജാവ പ്രോഗ്രാം ദാറ്റ് എക്സിക്യൂട്ട്സ് എ വെബ് പേജ്. ഒരു വെബ് പേജിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ജാവ പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുന്നതാണ് എപ്ലെറ്റ്. എപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജാവ പ്രോഗ്രാം
that executes a web page. Then in programming, repeating some statement is usually called ലൂപ്പിംഗ്. ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത്. അപ്പം പ്രോഗ്രാമിങ്ങിൽ റിപ്പീറ്റായിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ലൂപ്പിംഗ്. അപ്പം ദ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയസ് ഗെയിംസ്. ഇനി ഓർക്കുക, ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നതും ജാവയാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ സ്റ്റാൻഡേർഡായി യൂസ് ചെയ്യുന്ന ലാംഗ്വേജും ജാവയാണ്. അതുപോലെ തന്നെ പല ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ജാവയാണ്. അപ്പോൾ ഇത്രയാണ് ഹൈ ലെവൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജസ് ആണ്. അപ്പോൾ യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജസ് എന്ന് പറയുന്നത് വെരി ഈസി ടു കോഡിഫൈ ആൻഡ് സിംപ്ലസ്റ്റ് ടു ലേൺ. അപ്പം ലാംഗ്വേജസിൽ ഏറ്റവും ഈസി ആയിട്ട് കോഡിഫൈ ചെയ്യാൻ കഴിയുന്നതും സിമ്പിളായിട്ട് ലേൺ ചെയ്യാനും കഴിയുന്ന ലാംഗ്വേജാണ് യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജസ്. പോപ്പുലർലി അതിന് അറിയപ്പെടുന്നത് 4GLs അല്ലെങ്കിൽ ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് എന്നാണ്. അപ്പം കോമൺലി വന്നിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജസ് ആണ് ഡി ബേസ്, ഫോക്സ് ബേസ്, ഫോക്സ് പ്രോ, MS ആക്സസ്, ഒറാക്കിൾ, സൈബേസ്, ഇൻഗ്രസ്. ഇതൊക്കെ എന്താണ് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജസിന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണ്. ദ ലേറ്റസ്റ്റ് അപ്രോച്ച് ഇൻ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിൽ തന്നെ ലേറ്റസ്റ്റ് അപ്രോച്ചാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ജനറേഷൻ ലാംഗ്വേജസ് എന്നറിയപ്പെടുന്നതും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണ്. സ്പെഷ്യലി യൂസ്ഫുൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ GUI ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സം ഓഫ് ദ പോപ്പുലർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ്. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് C++, ദ ഒബ്ജക്റ്റ് കൊബോൾ, ഒബ്ജക്റ്റ് പാസ്കൽ, സിമുല, എയ്ഫിൾ, ജാവ ആൻഡ് വിഷ്വൽ J++, C++. ഇവയൊക്കെ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണ്. ദെൻ വിഷ്വൽ J++ ആർ വൈഡ്ലി യൂസ്ഡ് nowadays for the development of Windows based applications. അപ്പോൾ ഈയിടെയായിട്ട് വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്നിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് J++ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജും അതിൻ്റെ ഡെവലപ്പേഴ്സും ആരൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് വൺ ജാവയാണ്. ജാവ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡെവലപ്പറാണ് ജെയിംസ് ഗോസ്ലിംഗ്. ഓർക്കുക, ജാവ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജെയിംസ് ഗോസ്ലിംഗ് ആണ്. ദെൻ PSC ചോദിച്ചിട്ടുണ്ട്. ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡെവലപ്പറാണ് ഡെന്നിസ് M. റിച്ചി. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡെന്നിസ് M. റിച്ചി ആണ്. ദെൻ C++ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബെഞ്ചറേ സ്ട്രോസ്ട്രപ്പ് ആണ്. അപ്പോൾ സ്ട്രോസ്ട്രപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ് C++. ദെൻ ബേസിക് ആണ്. ബേസിക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് തോമസ് E. കർട്ട്സും ജോൺ G. കെമനിയാണ്. അപ്പം തോമസ് E. കർട്ട്സും ജോൺ G. ജെമനിയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ് ബേസിക്. ബേസിക്കിൻ്റെ എക്സ്പാൻഷനും ഓർത്ത് വെക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടേഴ്സിന് എപ്പോഴും മനസ്സിലാവുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് അല്ലാതെ വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും കമ്പ്യൂട്ടറിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പം അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ് ഇതിനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മെഷീൻ ലാംഗ്വേജ് ആക്കുന്ന സോഫ്റ്റ്വെയർസാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് കൺവേർട്ട് ദി കോഡ് ഓഫ് അതർ ലാംഗ്വേജസ് ഇൻ ടു മെഷീൻ കോഡ്. ഇറ്റ് ഹെൽപ്സ് ടു കൺവേർട്ടിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ടു മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ നമുക്കറിയാം മെഷീൻ കോഡിലേക്ക് അതർ ലാംഗ്വേജസിൻ്റെ കോഡിനെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ദ ട്രാൻസ്ലേറ്റഡ് പ്രോഗ്രാം ഈസ് കോൾഡ് ഒബ്ജക്റ്റ് കോഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ വിളിക്കുന്നത് സോഴ്സ് കോഡ് എന്നാണ്. അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നത് ഒബ്ജക്റ്റ് കോഡ് എന്നാണ്. അപ്പം ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണുള്ളത്. ആ ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അസംബ്ലേഴ്സ്. അസംബ്ലേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസംബ്ലി ലാംഗ്വേജ് ഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ അല്ല, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അസംബ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള അസംബ്ലർ
ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജ് കോഡിനെ മീൻസ് സോഴ്സ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് കോഡിലേക്ക് മീൻസ് ഒബ്ജക്റ്റ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദ മൈക്രോസോഫ്റ്റ് അസംബ്ലർ പ്രോഗ്രാം MASM ആൻഡ് ബോർലാൻഡ് ടെർബോ അസംബ്ലർ പ്രോഗ്രാം TASM ആർ 2 പോപ്പുലർ അസംബ്ലേഴ്സ്. ഇനി ഓർത്ത് വയ്ക്കുക, മൈക്രോസോഫ്റ്റ് അസംബ്ലർ പ്രോഗ്രാമും ബോർലാൻഡ് ടെർബോ അസംബ്ലർ പ്രോഗ്രാമും ആണ് പോപ്പുലർ ആയിട്ടുള്ള അസംബ്ലേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അസംബ്ലേഴ്സ് ആർ യൂസ്ഡ് മെയിൻലി ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനാണെന്ന്. അതുകൊണ്ട് തന്നെ അസംബ്ലേഴ്സ് നമ്മൾ മെയിൻലി എപ്പോഴാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അസംബ്ലർ എന്ന ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. കാരണം അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് ഇൻ്റർപ്രറ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്കാണ്. അപ്പം അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് ആക്കി മാറ്റുന്നത് അസംബ്ലർ ആണെങ്കിൽ ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസിനെ കൺവേർട്ടഡ് ഇൻ ടു മെഷീൻ കോഡ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ യൂസിങ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് ഇൻ്റർപ്രറ്റേഴ്സ്. അപ്പോൾ ഇൻ്റർപ്രറ്റേഴ്സ് കൺവേർട്ട് ചെയ്യുന്നത് ഓർക്കുക ലൈൻ ബൈ ലൈൻ ആയിരിക്കും. കൺവേർഷൻ ഈസ് ഡൺ ലൈൻ ബൈ ലൈൻ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സോഴ്സ് കോഡിനെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇൻ്റർപ്രറ്റർ കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആക്കിയിട്ട് മാറ്റുന്നത്. ദെൻ നെക്സ്റ്റ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ് കമ്പൈലേഴ്സ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ സോഴ്സ് കോഡ് മീൻസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. ഇൻ്റർപ്രറ്റർ പോലെ തന്നെ സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫാസ്റ്റർ എക്സിക്യൂഷൻ സ്പീഡ്. അപ്പോൾ നമുക്ക് ഇൻ്റർപ്രറ്ററെ അപേക്ഷിച്ച് ഫാസ്റ്റായിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്യാൻ കമ്പൈലേഴ്സിന് സാധിക്കും. കമ്പൈലേഴ്സ് ഡസ് നോട്ട് ട്രാൻസ്ലേറ്റ് ആൻഡ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻസ് അറ്റ് സെയിം ടൈം. അപ്പോൾ കമ്പൈലേഴ്സിന് ഒരേ ടൈമിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനും കഴിയില്ല. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈമിലായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻറ്റയർ സോഴ്സ് കോഡിനെ മെഷീൻ കോഡിലേക്ക് ഒന്നിച്ചാണത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർപ്രറ്റേഴ്സ് ലൈൻ ബൈ ലൈൻ കൺവേർഷനാണ് നടത്തുന്നതെന്ന്. പക്ഷേ കമ്പൈലേഴ്സ് ഹോൾ സോഴ്സ് കോഡിനെ ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത് മെഷീൻ കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദെൻ ഓർക്കുക, കമ്പൈലേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിഫേർഡ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് കമ്പൈലർ എന്ന് പറയുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സിസ്റ്റം ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അസംബ്ലർ ആണ്. ഇൻ്റർപ്രറ്ററും കമ്പൈലറും യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ലേറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് കമ്പൈലേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ പറഞ്ഞു. ഫസ്റ്റ് എന്താണ് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇൻ്റർപ്രറ്ററും കമ്പൈലറും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ദെൻ ഇൻ്റർപ്രറ്ററിൽ ലൈൻ ബൈ ലൈൻ കൺവേർഷനാണ് നടക്കുന്നത്. പക്ഷേ കമ്പൈലർ ആണെങ്കിൽ മൊത്തമായിട്ടും സോഴ്സ് കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്